ഹായ് എവ്രിവൺ, ഞാൻ ഇന്ന് വന്നിരിക്കുന്നത് നമുക്ക് ഈസി ആയിട്ട് ചെയ്യാൻ പറ്റിയിട്ടുള്ള ഒരു കാലിഗ്രഫി റൈറ്റിംഗ് ഐഡിയ ആയിട്ടാണ്. ഇതിനകത്ത് മെയിനായിട്ട് ഞാൻ യൂസ് ചെയ്തിരിക്കുന്നത്, ഞാൻ ആദ്യം വിചാരിച്ചു നമുക്ക് ബ്രഷ് പെൻ യൂസ് ചെയ്യാമെന്ന്. പക്ഷേ എനിക്കത് അത്ര കളർ കിട്ടിയില്ല. അപ്പം ഞാൻ അതിനകത്ത് മെയിനായിട്ട് യൂസ് ചെയ്തിരിക്കുന്ന, എൻ്റെ കയ്യിൽ അക്രിലിക് പെയിൻ്റ് ഉണ്ടായിരുന്നു, അതാണ് യൂസ് ചെയ്തിരിക്കുന്നത്. കാലിഗ്രഫി റൈറ്റിംഗ് എന്ന് പറഞ്ഞാൽ എനിക്ക് ഒരുപാട് പാഷനായിട്ടാണ് ഞാൻ ട്രൈ ചെയ്ത് പഠിച്ചതാണ്. ഫുള്ളായിട്ട് പഠിച്ചിട്ടൊന്നുമില്ല, ജസ്റ്റ് അതിൻ്റെ ഒരു റൈറ്റിംഗ് സ്റ്റൈൽ വെച്ചിട്ട് ഞാൻ ചെയ്യുമെന്ന് മാത്രമേ ഉള്ളൂ. അപ്പം അങ്ങനെ ഇടയ്ക്കിടയ്ക്ക് ട്രൈ ചെയ്യാറുണ്ട്. അതിൽ എനിക്കിഷ്ടപ്പെട്ട് ഇന്ന് പുതിയതായിട്ട് ട്രൈ ചെയ്ത് നോക്കുന്ന രീതിയാണ് ഇത്. ഇന്ന് ഞാൻ ഈ കളേഴ്സ് വെച്ചിട്ട് ചെയ്തിട്ട് അതിലൊരു കോട്ട് എഴുതി കൊടുക്കാമെന്നാണ് വിചാരിക്കുന്നത്. നമുക്കപ്പോൾ അത് അങ്ങനെയാണ് ചെയ്യുന്നതെന്ന് നോക്കാം കേട്ടോ. ഫസ്റ്റ് ഞാൻ ചെയ്തതെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ, ഒരു പ്ലാസ്റ്റിക് ഷീറ്റ് എടുത്തു, അതിലോട്ട് കുറച്ച് വാട്ടർ സ്പ്രെഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. വെള്ളം ഫുള്ളായിട്ട് ആ പേപ്പർ മുഴുവൻ സ്പ്രെഡ് ചെയ്ത് കൊടുത്തു. അത് കഴിഞ്ഞിട്ട് കുറച്ച് വാട്ടർ കൺസിസ്റ്റൻസി ആയിട്ട് നമ്മൾ കളേഴ്സും കൂടി ഫുള്ള് ഡിഫറെൻറ്റ് കളേഴ്സ് സ്പ്രെഡ് ചെയ്ത് കൊടുത്തു കേട്ടോ. എന്നിട്ട് അത് എടുത്ത് നമ്മൾ എവിടെയാണ് നമ്മൾ എഴുതാൻ ഉദ്ദേശിക്കുന്നത് ആ പേപ്പറിലോട്ട് നമ്മൾ വെച്ച് കൊടുത്തിട്ട് ഫുള്ളായിട്ട് ആ പേപ്പർ സ്പ്രെഡ് ചെയ്ത് കൊടുക്കുക. അത് കഴിഞ്ഞിട്ട് കുറച്ചും കൂടി ഒന്ന് ഫിനിഷിങ് കിട്ടാൻ വേണ്ടിയിട്ട് നമ്മൾ കൈ കൊണ്ട് ആ പേപ്പറിനെ ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുത്തു കഴിഞ്ഞ് കഴിയുമ്പോൾ നമുക്ക് നല്ല അടിപൊളിയായിട്ടുള്ളൊരു പാറ്റേണായിട്ട് നമുക്ക് കിട്ടും കേട്ടോ. അപ്പം നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കണം എല്ലാവരും. ഇത് വളരെ ഈസി ആയിട്ടുള്ളൊരു റൈറ്റിംഗ് ആണ്. വളരെ ഈസി ആയിട്ട് ചെയ്യാൻ പറ്റിയൊരു ക്രാഫ്റ്റുമാണ്. നമുക്ക് വീടുകളിൽ നമുക്ക് കോട്ട്സൊക്കെ എഴുതി നമുക്ക് പ്ലേസ് ചെയ്യാം. അതുപോലെ തന്നെ നമ്മുടെ ടേബിൾസൊക്കെ കുറച്ചും കൂടി ഭംഗിയാക്കാൻ വേണ്ടിയിട്ട് നമുക്ക് കോട്ട്സൊക്കെ എഴുതിയിട്ട് നമുക്ക് വാൾ ഡെക്കർ അല്ലെങ്കിൽ അതുപോലെ തന്നെ ഡെസ്ക് ഡെക്കോറൊക്കെ ആയിട്ട് ഉപയോഗിക്കാം കേട്ടോ. അപ്പോൾ ഇവിടെ നമ്മുടെ പ്ലാസ്റ്റിക് പേപ്പർ എടുത്ത് കഴിഞ്ഞപ്പോൾ ഉള്ള പാറ്റേണാണ് ഇത്. അത് കഴിഞ്ഞിട്ട് ഞാൻ അതിനകത്തോട്ട് ഒരു കോട്ട് എഴുതി കൊടുക്കുന്നുണ്ട്. വളരെ ഈസി ആയിട്ട് എഴുതാൻ പറ്റിയ രീതിയിലുള്ളൊരു കോട്ടാണ്. മെയിനായിട്ട് ഒരു കാലിഗ്രഫി സ്റ്റൈലിലാണ് ഞാനത് എഴുതിയേക്കുന്നത് കേട്ടോ. മെയിനായിട്ടും സിമ്പിളായിട്ട് ചെയ്യാൻ പറ്റുന്ന ഒരു കാലിഗ്രഫിയാണ്. ഞാൻ ആദ്യം പെൻസിൽ വെച്ചിട്ട് ചെറുതായിട്ടൊന്ന് ലൈറ്റായിട്ട് എഴുതി കൊടുക്കുന്നുണ്ട്, നമുക്കതൊന്ന് ഫോളോ ചെയ്യാൻ വേണ്ടിയിട്ട്. അത് കഴിഞ്ഞിട്ടാണ് ഞാൻ എൻ്റെ പെന്ന് യൂസ് ചെയ്തത്. ഞാൻ ഒരു ബ്ലാക്ക് ഇങ്കാണ് യൂസ് ചെയ്തത് കേട്ടോ ഇവിടെ. അത് എഴുതി കൊടുത്തു കഴിഞ്ഞ് കഴിയുമ്പം നമുക്ക് കുറച്ചും കൂടി വൃത്തിയാക്കാൻ വേണ്ടിയിട്ട് കാലിഗ്രഫി സ്റ്റൈലിൽ വരാൻ വേണ്ടിയിട്ടും കൂടി ഉണ്ട്. അപ്പം ഞാനത് ഒന്ന് ഫസ്റ്റ് പെൻ വെച്ചിട്ട് എഴുതി കൊടുത്തിട്ട് അത് കഴിഞ്ഞിട്ട് പിന്നീടാണ് കാലിഗ്രഫി സ്റ്റൈലിലോട്ട് അത് മാറ്റുന്നത് കേട്ടോ. ഈ കാലിഗ്രഫി എന്ന് പറയുമ്പോൾ നമ്മൾ വിചാരിക്കും വളരെ പാടാണെന്ന്. പക്ഷെ നമുക്ക് ട്രൈ ചെയ്താൽ സിമ്പിളായിട്ട് ചെയ്യാൻ പറ്റുന്ന ഒരു സ്റ്റൈലാണ് കാലിഗ്രഫി റൈറ്റിംഗ് എന്ന് പറയുന്നത്. പക്ഷേ ഇതിന് പ്രത്യേകം കാലിഗ്രഫി പെൻസൊക്കെ കിട്ടും. നമുക്ക് ബ്രഷ് പെൻസ് വെച്ചിട്ട് യൂസ് ചെയ്യാം. പിന്നെ ഞാൻ ബ്രഷ് പെൻസ് എൻ്റെ കയ്യിലുണ്ടായിരുന്നു, പക്ഷെ അത് വെച്ചിട്ട് ചെയ്യാത്തതെന്ന് പറഞ്ഞാൽ നമ്മൾ വാട്ടർ വെച്ച് ചെയ്തപ്പോൾ എങ്ങാനും ഒരുപാട് സ്പ്രെഡായി പോയാലോ എന്ന് വിചാരിച്ചിട്ടാണ് ഞാൻ എൻ്റെ കയ്യിലുള്ള പെന്ന് വെച്ച് ചെയ്യുന്നത് കേട്ടോ. അപ്പോൾ നമ്മളുടെ ഫൈനൽ റിസൾട്ട് ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പം നിങ്ങൾക്ക് ഇത് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ നിങ്ങൾ മസ്റ്റായിട്ട് ട്രൈ ചെയ്ത് നോക്കണം. വളരെ സിമ്പിളായിട്ട് ചെയ്യാൻ പറ്റിയൊരു ആർട്ട് വർക്ക് ആൻഡ് ക്രാഫ്റ്റ് വർക്കാണിത്. ഇത് നമുക്ക് യൂസ് ചെയ്യാൻ ഡെസ്ക് ഡെക്കോറൊക്കെ ആയിട്ട് നമുക്ക് യൂസ് ചെയ്യാൻ പറ്റുന്നതാണ് കേട്ടോ. അപ്പോൾ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ എല്ലാവരും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും അതുപോലെ തന്നെ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടോ ഇല്ലയോ എന്ന് കമൻറ്റിലൂടെ അറിയിക്കാനും മറക്കണ്ട.